ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ധനവില വർധനവിനെതിരെ CPM നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രക്ഷോഭം. സൗദിയിൽ ജയിൽ മോചിതനായി നാട്ടിലെത്തിയ അബ്ദുൾ റഹീം സമസ്ത നേതാക്കളെ സന്ദർശിച്ചു. കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ ജോയിന്റ് RTO ഓഫീസ് വേണമെന്ന ആവശ്യമുന്നയിച്ചുള്ള നിവേദനം ഗതാഗത വകുപ്പ് മന്ത്രിക്ക് സമർപ്പിച്ചു. കോഴിക്കോട് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഇനി പെൺകുട്ടികളും. മൺസൂൺ തിയേറ്റർ ഗ്രൂപ്പ് സംഘടിപ്പിച്ച നാടക പെയ്ത്ത് ശ്രദ്ധേയമായി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ധന വില വർധനവിനെതിരെ CPIM പ്രക്ഷോഭം നടത്തി. ഫറോക്ക് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫറോക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CP മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരുകളെ തുടർച്ചയായി ഉണ്ടാകുന്ന ഇന്ധനവില വർധനവിനെതിരെ CPIM സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി CPIM ഫറോക്ക് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫറോക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണാ സമരം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം CP മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനുണ്ടാക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ അതിശക്തമായ പ്രക്ഷോഭം നടത്തിയ പാർട്ടിയാണ് CPIM ഇടതുപക്ഷ പാർട്ടി. എന്താണ് ഇന്ത്യയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനും വാതകമടക്കമുള്ള ഇന്ധന വില വർധനവിനും രാജ്യം ഭരിക്കുന്നവർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പശ്ചിമേഷ്യൻ നാടുകളിൽ അടുത്ത കാലത്തുണ്ടായ യുദ്ധത്തിന്റെ സാഹചര്യമാണ് എന്നുള്ളതാണ്. അത്തരമൊരു യുദ്ധത്തിലേക്ക് ലോകം നീങ്ങുമ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ യുദ്ധനീക്കം തീർച്ചയായും എല്ലാ കാലത്തെന്ന പോലെ തന്നെ എണ്ണ ഉൽപാദനവും സമ്പത്തും ലക്ഷ്യമിട്ടുകൊണ്ടുള്ളൂ. CPIM ഫറോക്ക് ഏരിയ സെക്രട്ടറി T രാധാഗോപി അധ്യക്ഷനായിരുന്നു. വാഴയിൽ ബാലകൃഷ്ണൻ, U സുധർമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. സൗദിയിൽ ജയിൽ മോചിതനായി നാട്ടിലെത്തിയ അബ്ദുൾ റഹീം സമസ്ത നേതാക്കളെ സന്ദർശിച്ചു. ദയാധനം സമാഹരിക്കാൻ നേതൃത്വം നൽകിയതിലും ഉമ്മയെ ആശ്വസിപ്പിച്ചതിലും നന്ദി പറയാനാണ് അബ്ദുൾ റഹീം നേതാക്കളെ കണ്ടത്. സൗദിയിൽ നിന്നും ജയിൽ മോചിതനായി നാട്ടിലെത്തിയ ഫറോക്ക് കോടമ്പുഴ സീനത്ത് മൻസിലിൽ അബ്ദുൾ റഹീം സമസ്ത നേതാക്കളെ സന്ദർശിച്ചു. സമസ്ത കേരള ജമയത്തുൽ ഉലമ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉമ്മയെ ആശ്വസിപ്പിക്കാൻ നേരത്തെ ഫറോക്കിലെ വീട്ടിൽ എത്തിയിരുന്നു. ദയാധനം സമാഹരിക്കാൻ ആഹ്വാനം ചെയ്യുകയും മഹല്ലുകൾ വഴി പണം സമാഹരിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ സുഹൃത്ത് അബ്ദുൾ റഹീം അദ്ദേഹത്തിൻ്റെ ആ ജയിൽ മോചനത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യപരമായ ഒരു സഹായവും മനുഷ്യപരമായ ഒരു സ്നേഹവും ഒക്കെയാണ് ഇവിടെ പ്രകടമായിട്ടുള്ളത്. കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തുമുള്ള നമ്മൾ മലയാളികൾ
അത് മുസ്ലിങ്ങളും അല്ലാത്തവരും എല്ലാവരും കൂടി അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ദിയ അതിൻ്റെ ധനം അത് സംഭരിക്കുകയും അതിനെ വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യുകയും ആ നിലക്ക് അതിൻ്റെ നിയമ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചു. അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മൻ്റെ കണ്ണീരൊക്കെ നമ്മൾ കണ്ടതാണ്. നമുക്കൊക്കെ അവരുമ്മ നമ്മളോട് അന്ന് പറയുമ്പോൾ നമുക്കും അത് വല്ലാത്ത മനസ്സ് തട്ടിയതായ ഒരു സംഭവമായിരുന്നു അത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 20 വർഷമാണ് അദ്ദേഹം അവിടെ ജയിലിൽ താമസിച്ചിട്ടുള്ളത്. അദ്ദേഹം വിവാഹിതനല്ല. അപ്പോൾ അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതം വളരെ സന്തോഷകരമാക്കട്ടെ. നല്ലൊരു വിവാഹമൊക്കെ ചെയ്ത് ഒരു ദാമ്പത്യ ജീവിതം ആസ്വദിക്കാനും അതിന് ജീവിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു നീക്കി കൊടുക്കട്ടെ. നാട്ടിലെത്തിയ റഹീം തങ്ങളെ നേരിൽ കണ്ട് നന്ദി പറയണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മൺസൂൺ തിയേറ്റർ ഗ്രൂപ്പ് സംഘടിപ്പിച്ച നാടക പെയ്ത്ത് ശ്രദ്ധേയമായി. 2 നാടകങ്ങളാണ് അരങ്ങിലെത്തിയത്. പ്രൊവിഡൻസ് കോളേജിന്റെ ബാർബറസ്, അത്തോളി ഗവൺമെന്റ് UP സ്കൂളിന്റെ ഇഞ്ച എന്നീ നാടകങ്ങളാണ് അവതരിപ്പിച്ചത്. കലയിലെ ഏകാധിപത്യത്തെക്കുറിച്ചാണ് ബാർബറസ് ചർച്ച ചെയ്തത്. ഒരു അന്താരാഷ്ട്ര നാടക സംഘത്തിൽ സംവിധായകൻ ഏകാധിപതിയാകുമ്പോൾ അതിനകത്ത് ഞെരിഞ്ഞമരുന്ന മനുഷ്യരുടെ കഥയാണ് ബാർബറസ്. കലയിലും സാംസ്കാരിക രംഗത്തും പോലും ഏകാധിപത്യം കടന്നുവരുന്നത് ബാർബറസ് വരച്ചു കാട്ടുന്നു. സതീഷ് കെ സതീഷാണ് രചന. കുഞ്ചിയമ്മയുടെ 4 മക്കൾക്ക് വേണ്ടിയുള്ള കൊച്ചുകുട്ടികളുടെ അന്വേഷണമാണ് ഇഞ്ച. പുതിയ പഠന സമ്പ്രദായത്തെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം പുതിയ കാലത്തെ കുട്ടികളുടെ ഭാഷയിലൂടെയാണ് നാടകത്തിന്റെ സഞ്ചാരം. കോടതിയും ബാലാവകാശ കമ്മീഷനും തുടങ്ങി പുതിയ കാല നിയമങ്ങളുടെ ചട്ടക്കൂടിൽ കുഞ്ചിയമ്മയും കുഞ്ചുവും എത്തിയപ്പോൾ അത് വേറിട്ടൊരു അനുഭവമായി. VV ഷാജുവിന്റെ ലേഖനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രദീപ് കാവുന്തറയാണ് നാടകത്തിന്റെ രചന നിർവഹിച്ചത്. രണ്ട് നാടകങ്ങളും സംവിധാനം ചെയ്തത് MM രാകേഷ് ആണ്. ബാർബറസ് കലാ സംവിധാനം സുബീഷ് ചേളന്നൂർ, ഇഞ്ച കലാ സംവിധാനം ശിവൻ പന്നിയൂർക്കുളം, ലൈറ്റ് ഡിസൈൻ അരുൺ NT, അസോസിയേറ്റ് ഡയറക്ടർ രമ്യ R, പബ്ലിസിറ്റി ഡിസൈൻ റഹീം ഇച്ചൂസ്, സാങ്കേതിക സഹായം രാഹുൽ മക്കട. നാടകപ്പെയ്ത്തിൽ MM രാകേഷ് സ്വാഗതം പറഞ്ഞു. രാധാകൃഷ്ണൻ പേരാമ്പ്ര അധ്യക്ഷനായിരുന്നു. സതീഷ് കെ സതീഷ്, A രത്നാകരൻ, പ്രതീഷ് പെരുമണ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ ജോയിന്റ് RTO ഓഫീസ് വേണമെന്ന ആവശ്യമുന്നയിച്ചുള്ള നിവേദനം MVR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ ഗതാഗത മന്ത്രിക്ക് സമർപ്പിച്ചു. വിഷയം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ ഉറപ്പു നൽകി. കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒളവണ്ണ, പെരുമണ്ണ, മാവൂർ, കുന്നമംഗലം, ചാത്തമംഗലം, പൂവാട്ടുപറമ്പ് മേഖല കേന്ദ്രീകരിച്ച് ഒരു ജോയിന്റ് RTO ഓഫീസ് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുള്ള നിവേദനം MVR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണിന് കൈമാറി. കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വാഹന രജിസ്ട്രേഷൻ, ലൈസൻസ്, മറ്റ് ഗതാഗത സേവനങ്ങൾ എന്നിവ കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും ലഭ്യമാക്കുന്നതിനാണ് ജോയിന്റ് RTO ഓഫീസ് ആരംഭിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്.
നിവേദനം സ്വീകരിച്ച ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ വിഷയം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും എത്രയും വേഗത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഉറപ്പു നൽകി. കോഴിക്കോട് ജില്ലാ UDF ചെയർമാൻ VD ജോസഫും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ പഴക്കം ചെന്ന ആൺകുട്ടികളുടെ പൊതുവിദ്യാലയമായ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെൺകുട്ടികളെത്തുന്നു. സർക്കാരിന്റെ സഹവിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് 233 വർഷത്തിന് ശേഷം പെൺകുട്ടികളെ പ്രവേശിപ്പിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. കഴിഞ്ഞ 233 വർഷത്തെ ചരിത്രം മാറ്റി എഴുതിക്കൊണ്ട് ഈ വർഷം ഹയർ സെക്കൻഡറിയിൽ പെൺകുട്ടികൾ എത്തുന്നു എന്നുള്ളതാണ് സന്തോഷമാണ്. നമുക്കറിയാം, സർക്കാരിന്റെ പുതിയ നയങ്ങൾ കോ എഡ്യൂക്കേഷനെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിന് ബൗദ്ധികമായിട്ടുള്ള മാനങ്ങൾ, വൈകാരികമായിട്ടുള്ള മാനങ്ങൾ. ഇപ്പോൾ ഈ സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നടത്തുന്നത് ഈശ്വസ്വർക്കാരാണ്, ജെസ്യൂട്ട്സ് ആണ്. വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 500 വർഷമായിട്ട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഈശ്വസഭയുടെ സ്ഥാപനങ്ങളുണ്ട്, മികച്ച സ്ഥാപനങ്ങളുണ്ട്. 2026-27 അധ്യയന വർഷം മുതൽ സെന്റ് ജോസഫ് സ്കൂളിൽ +1നും 2027-28 അധ്യയന വർഷം മുതൽ 5ാം ക്ലാസ്സിലേക്കും ഘട്ടം ഘട്ടമായി പെൺകുട്ടികളെ പ്രവേശിപ്പിക്കും. പെൺകുട്ടികൾക്കായി പ്രത്യേക ശുചിമുറിയും വിശ്രമമുറിയും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതിന്റെ ഭാഗമായി മാനേജ്മെന്റ് ഒരുക്കിയിട്ടുണ്ട്. ഈ മാറ്റം കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസത്തിനും വ്യക്തിത്വ വികാസത്തിനും അവസരമൊരുക്കുമെന്ന് പ്രത്യാശിക്കുന്നതായി സ്കൂൾ ഭാരവാഹികൾ പറഞ്ഞു. 1793 കോഴിക്കോട് ദേവമാതാ പള്ളിമേടയിൽ ഫാദർ ഗാബ്രിയോൽ ഗോൺസാൽവസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് 2400ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ പയസ് വാച്ചാപ്പറമ്പിൽ, പ്രിൻസിപ്പൽ ഫാദർ സൂരജ് ഡൊമിനിക്, ഹെഡ്മാസ്റ്റർ ഫാദർ SM തദയൂസ്, സ്റ്റാഫ് സെക്രട്ടറി സൗമ്യ V, PTA പ്രസിഡന്റ് സതീഷ് ചന്ദ്ര തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 7ാമത് കോഴിക്കോട് ജില്ലാ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ജൂൺ 14-ന് തൊണ്ടയാട് ചിന്മയ വിദ്യാലയത്തിൽ നടക്കും. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള പ്രാരംഭ മത്സരമാണ് നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ യോഗാ സെന്ററുകളിലെ യോഗ വിദ്യാർത്ഥികൾക്കും വേണ്ടി നടത്തുന്ന ഒരു മത്സരമാണ്. ജില്ലാ തലത്തിലുള്ള മത്സരമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ ജില്ലാ മത്സരത്തിൽ നിന്നും വിജയിക്കുന്നവർ സംസ്ഥാന തലത്തിലുള്ള ചാമ്പ്യൻഷിപ്പിലേക്ക് അർഹത നേടുകയും സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ നിന്നും വിജയിക്കുന്നവരെ ദേശീയ തലത്തിലുള്ള ചാമ്പ്യൻഷിപ്പിലേക്ക് മത്സരിപ്പിക്കുകയും ദേശീയ ചാമ്പ്യൻഷിപ്പിൽ വിജയികളായവർക്ക് ഏഷ്യൻ ഗെയിംസ്, ഖേലോ ഇന്ത്യ തുടങ്ങിയ അന്തർദേശീയ മത്സരങ്ങളിലേക്ക്. കോഴിക്കോട് ജില്ലാ യോഗാസന സ്പോർട്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 7ാമത് കോഴിക്കോട് ജില്ലാ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് 2026 ജൂൺ 14-ന് ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ തൊണ്ടയാട് ചിന്മയ വിദ്യാലയത്തിൽ വെച്ച് നടക്കും. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. യോഗാസന ഭാരതിന്റെയും യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെയും ജില്ലാ ഘടകമാണ് കോഴിക്കോട് ജില്ലാ യോഗാസന സ്പോർട്സ് അസോസിയേഷൻ. സ്കൂൾ ഗെയിംസ് ഓഫ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, CBSE, ICSE തുടങ്ങിയ വിദ്യാഭ്യാസ ബോർഡുകൾ ഔദ്യോഗികമായി സ്വീകരിച്ച കോഡ് ഓഫ് പോയിന്റ് സിലബസിനെ അടിസ്ഥാനമാക്കിയാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ട്രഡീഷണൽ, ആർട്ടിസ്റ്റിക് സിംഗിൾ, ആർട്ടിസ്റ്റിക് പെയർ, റിതമിക് പെയർ, വ്യക്തിഗത ഇനങ്ങളായ ഫോർവേഡ് ബെൻഡ്, ബാക്ക് ബെൻഡ്, ഹാൻഡ് ബാലൻസ്, ലെഗ് ബാലൻസ്, ട്വിസ്റ്റിംഗ് ബോഡി, സുപ്പൈൻ എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. പങ്കെടുക്കുന്ന എല്ലാ താരങ്ങൾക്കും സർട്ടിഫിക്കറ്റും ആദ്യ 3 സ്ഥാനക്കാർക്ക് മെഡലുകളും ലഭിക്കും. താല്പര്യമുള്ളവർ 2026 ജൂൺ 11-ന് മുൻപ് ഓൺലൈനായി പേര് രജിസ്റ്റർ ചെയ്യണം. പ്രായം തെളിയിക്കുന്ന രേഖകൾ, മെഡിക്കൽ ഫിറ്റ്നസ് എന്നിവ അപേക്ഷയോടൊപ്പം വെക്കണം. പ്രായപരിധി 10 വയസ്സ് മുതൽ 55 വയസ്സ് വരെയാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ 94-97-67-92-11 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വാർത്താ സമ്മേളനത്തിൽ യോഗാചാര്യൻ ശ്രീ ഉണ്ണിരാമൻ, വി സജീവ്, ജയരാജ് വി, രമേഷ് PV, നിതിൻ, രാജേഷ് KM, സവിത എന്നിവർ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് നേതൃത്വം നൽകുന്ന TVKയുമായി ചേർന്ന് ജനശക്തി കോൺഗ്രസ് കേരള ഘടകം സംയുക്ത മുന്നണി രൂപീകരിച്ചതായി നേതാക്കൾ. മലബാർ മേഖല നേതൃത്വ കൺവെൻഷൻ കോഴിക്കോട്ട് നടന്നതായും നേതാക്കൾ അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് നേതൃത്വം നൽകുന്ന TVKയുമായി ചേർന്ന് ജനശക്തി കോൺഗ്രസ് കേരള ഘടകം സംയുക്ത മുന്നണി രൂപീകരിച്ചു. മലബാർ മേഖല നേതൃത്വ കൺവെൻഷൻ കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷൻ KMA കൺവെൻഷൻ ഹാളിൽ നടന്നു. ജനശക്തി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ പൊതുവിഷയങ്ങളിൽ കൂട്ടായി ഇടപെടാൻ കഴിയുന്ന കെട്ടുറപ്പുള്ള മുന്നണിയായി പ്രവർത്തിക്കും. പുതുതലമുറ പുതിയ രാഷ്ട്രീയ മുന്നേറ്റത്തിനൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയാണെന്നും സംസ്ഥാനത്ത് കുതിച്ചുയരുന്ന വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ സർക്കാർ ഉടൻ വിപണിയിൽ ഇടപെടണമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടു. ഈ കോൺഫെഡറേഷനിലൂടെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പുരോഗതി, നാടിൻ്റെ വികസനത്തിന് വേണ്ടി, നാടിൻ്റെ തിന്മക്കായും അഴിമതിക്കെതിരെയും നീങ്ങുന്ന ഒരു കോൺഫെഡറേഷനായി ജനശക്തി കോൺഗ്രസും തമിഴ് വെട്ടിക്കഴകമെന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഐക്യം ഈ നാടിൻ്റെ വികസനത്തിനും ഈ നാടിൻ്റെ സ്വൈര്യ ജീവിതത്തിനും അത്യന്താപേക്ഷിതമാണ്. ജനശക്തി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ബാബു പാലത്ത് അധ്യക്ഷത വഹിച്ചു. ബേബി ദാക്ഷായണി ചീരാൽ സ്വാഗതം പറഞ്ഞു. സാജീർ കൂടത്തായി, അർഷാദ് മീൻചന്ത, ഷിനോജ് ബാലുശ്ശേരി, TV ബഷീർ മട്ടന്നൂർ, മുഫിദ് കൊണ്ടോട്ടി, ഷഹർബാൻ അടിവാരം, റുഖിയ KP, PK നഫീസ ഓമന്നൂർ, റഷീദ് ബത്തേരി, ബാബുരാജ് അത്തൂളി, SK ശശികുമാർ, അബ്ദുൾ റസാഖ്, ഹിഷാൻ, റഷീദ് കാഞ്ഞങ്ങാട് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അവധിക്കാലത്തിന് വിട പറഞ്ഞും പുതിയ അധ്യയന വർഷത്തെ വരവേറ്റും സ്കൂളുകളിൽ പ്രവേശനോത്സവം. കോഴിക്കോട് കാരന്നൂർ എരഞ്ഞിക്കൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും പ്രവേശനോത്സവം നടന്നു. എരഞ്ഞിക്കൽ കാരന്നൂർ NSS കരയോഗം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രവേശനോത്സവം സിനിമാ നാടക നടൻ അപ്പുണ്ണി ശശി ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് KA ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഓൾ കേരള മാനേജ്മെന്റ് സ്കൂൾസ് അസോസിയേഷൻ പ്രസിഡന്റ് M ശശിധരൻ, കരയോഗം സെക്രട്ടറി K പ്രേമചന്ദ്രൻ, A ഗിരീഷ് കുമാർ, പ്രധാനാധ്യാപിക M നളിനി, സ്റ്റാഫ് സെക്രട്ടറി സ്വപ്ന പ്രതീഷ്, PTA വൈസ് പ്രസിഡന്റ് ഹുസ്ന ഷംനാസ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. സ്കൂളിലേക്കുള്ള യാത്രാമധ്യേ അപകടത്തിൽ വിട പറഞ്ഞ ഷെരീഫ് പുതുക്കുടിയുടെ 3ാമത് അനുസ്മരണവും അവാർഡ് ദാനവും U ഷറഫുദ്ദീൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. SM ഫൗണ്ടേഷൻ മടവൂർ പാലസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഫൈസൽ ഫൈസി മടവൂർ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം അസറുദ്ദീൻ കൊട്ടക്കാവയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാസിം കുന്നത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. TK ഖാദർ ബാക്കവി, AP നാസർ മാസ്റ്റർ, OK ഇസ്മായിൽ, P മുഹമ്മദ് അലി, കോടിയേലത്ത് അബ്ദുറഹ്മാൻ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. KP ഹാരിസ്, അശ്വരി, TK അഷ്റഫ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് കോർപ്പറേഷന്റെ സമന്വയ പദ്ധതിയുടെയും തണൽ ഏർലി ഇന്റർവെൻഷൻ സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ
18 വയസ്സുവരെയുള്ള കുട്ടികളിലെ വളർച്ചാ വൈകല്യങ്ങളും പഠന വൈകല്യങ്ങളും മറ്റു പരിമിതികളും നേരത്തെ കണ്ടെത്താനുള്ള ക്യാമ്പും വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും നടത്തി. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത അരുൺ നിർവഹിച്ചു. കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ കെ രാജീവ് അധ്യക്ഷനായിരുന്നു. വാർഡ് കൗൺസിലർമാരായ ഷിനു പിണ്ണാണത്ത്, കൊല്ലരത്ത് സുരേഷ് കുമാർ, വീരാൻ കോയ, തസ്ലീന, അനിതകുമാരി, നിന്നി പ്രശാന്ത്, ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹിമാൻ, തണൽ സംഘടനാ അംഗം സുബൈർ മണലൊടി തുടങ്ങിയവർ സംസാരിച്ചു. മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ സഹജൻ, ഡോക്ടർ ഋഷികേശ്, ഡോക്ടർ പൂർണിമ, ഡോക്ടർ ജസ്ന എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ധനവില വർധനവിനെതിരെ CPM നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രക്ഷോഭം. സൗദിയിൽ ജയിൽ മോചിതനായി നാട്ടിലെത്തിയ അബ്ദുൾ റഹീം സമസ്ത നേതാക്കളെ സന്ദർശിച്ചു. കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ ജോയിന്റ് RTO ഓഫീസ് വേണമെന്ന ആവശ്യമുന്നയിച്ചുള്ള നിവേദനം ഗതാഗത വകുപ്പ് മന്ത്രിക്ക് സമർപ്പിച്ചു. കോഴിക്കോട് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഇനി പെൺകുട്ടികളും. മൺസൂൺ തിയേറ്റർ ഗ്രൂപ്പ് സംഘടിപ്പിച്ച നാടക പെയ്ത്ത് ശ്രദ്ധേയമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.